ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ശിക്ഷാ ഇളവ് നൽകരുത് എന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ചേക്കും. ഷെറിന് അമിത പരിഗണന ലഭിച്ചെന്നും ഉന്നത ബന്ധമില്ലാതെ ഈ പരിഗണന ലഭിക്കില്ലെന്നും ഭാസ്കര കാരണവരുടെ ബന്ധു അനിൽ ഓണംപള്ളി പറഞ്ഞു. ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂട്ടുപ്രതികളെ ഒഴിവാക്കി ഷെറിന് മാത്രം ഒരു പ്രത്യേക പരിഗണന, VIP പരിഗണന കിട്ടണമെങ്കിൽ അതുപോലെ ഉന്നത ബന്ധം ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് തുടർന്നാൽ കേരളത്തിൽ ഷെറിനെ പോലെ 100-ലധികം കുറ്റവാളികൾ ഈ കേരളത്തിൽ ഇനി തുടർന്നുണ്ടാവും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഷെറിന്റെ ഉന്നത ബന്ധം സംബന്ധിച്ചിട്ടുള്ള ആരോപണവും സംശയവും ഇതാദ്യമായിട്ടല്ല. ഷെറിന് ജയിലിൽ കിട്ടിയിരുന്ന സൗകര്യങ്ങൾ, ഷെറിന്റെ ജയിലിലെ പെരുമാറ്റ രീതികൾ, തുടർന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇളവ്, മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ സംശയങ്ങൾ നീളുന്നുണ്ട്. ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന രീതിയിലാണോ ഇപ്പോൾ ഈ ബന്ധുവായ ഭാസ്കര കാരണവരുടെ ബന്ധുവായ ഓണംപള്ളിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഷെറിനെ സംരക്ഷിക്കുന്നത് ആരാണെന്നാണ് അദ്ദേഹം സംശയിക്കുന്നത്? അത് അദ്ദേഹം പറയുന്നില്ല. ഏത് മന്ത്രിയാണ് അല്ലെങ്കിൽ ഏത് മന്ത്രി തലത്തിലുള്ള ഇടപെടലാണ് നടന്നതെന്ന് പറയുന്നില്ല. പക്ഷേ മന്ത്രി തലത്തിലുള്ള ഇടപെടൽ മാധ്യമ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞു, ചില മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഷെറിന് മറ്റ് തടവുകാർക്ക് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് ഒരു ഇടപെടൽ, ഉന്നതതല ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നാണ് അനിൽ ഓണംപള്ളി, അദ്ദേഹത്തിന്റെ അനന്തരവനാണ്, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ് അനിൽ ഓണംപള്ളി പറയുന്നത്. മറ്റ് തടവുകാർ, അത് വലിയ തരത്തിലുള്ള രോഗങ്ങളൊക്കെയുള്ള നിരവധി തടവുകാർ അവിടെ ജയിലിലുണ്ട്. അവർക്കൊക്കെ പരോൾ ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 400-ലധികം ദിവസമാണ് ഷെറിന് പരോൾ ലഭിച്ചത്. ജയിലിലെ ഷെറിന്റെ ജീവിതവും അത്തരത്തിൽ തന്നെയായിരുന്നു എന്ന് അനിൽ ഓണംപള്ളി പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യമാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് നിയമപരമായ നീങ്ങാൻ കുടുംബം ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അനിൽ ഓണംപള്ളി പറഞ്ഞിട്ടുള്ളത്. ഭാസ്കര കാരണവരുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനും ഭാര്യയും എല്ലാം ഉള്ളത് ഇപ്പോൾ വിദേശത്താണ്. അവർ നാട്ടിലേക്ക് വരുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നടപടിയെടുക്കാനാണ് കുടുംബത്തിന്റെ ഒരു തീരുമാനം. ശരി ശ്രീജിത്ത്, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.